വാർത്തകളിലേക്കാണ്. പാലക്കാട് മുണ്ടൂരിൽ കാട്ടാന ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധം ശക്തം. കൊല്ലപ്പെട്ട അലന്റെ മൃതദേഹം ഏറ്റുവാങ്ങില്ലെന്ന് നാട്ടുകാർ. മേഖലയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങിയിട്ടും വനം വകുപ്പ് നാട്ടുകാരെ അറിയിച്ചില്ലെന്നും മന്ത്രി എ.കെ. ശശീന്ദ്രൻ. വിവരങ്ങളുമായി വിസ്മയ പ്രകാശാണ് ചേരുന്നത്. വിസ്മയ, നടപടിയില്ലാതെ അല്ലെങ്കിൽ നടപടിയെടുക്കാതെ മൃതദേഹം ഏറ്റുവാങ്ങില്ല എന്നുള്ള നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. എന്താണ് അധികൃതരുടെ മറുപടി? മുണ്ടൂരിൽ ഇപ്പോൾ അവിടുത്തെ ബന്ധുക്കളും അതുപോലെ തന്നെ നാട്ടുകാരും വലിയൊരു രീതിയിലുള്ള പ്രതിഷേധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ ഒരു അലന്റെ മൃതദേഹം ഇവരെ വാങ്ങില്ല എന്നുള്ളൊരു നിലപാടിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുകയാണ്. അതായത് ഈ ഒരു കാട്ടാന ആക്രമണം, ഈ ഒരു കാട്ടാന ശല്യം മുണ്ടൂരിൽ ആദ്യമേ ഉള്ളതായി തന്നെ നാട്ടുകാർ പറഞ്ഞിരുന്നു. എന്നാൽ അതിനെതിരെ യാതൊരു നടപടിയും എടുത്തില്ല എന്നുള്ളതാണ് അവരുന്നയിക്കുന്ന ഒരു പ്രശ്നം. ഈ ഒരു കാട്ടാന ആക്രമണല്ലേ, കാട്ടാനയുടെ ശല്യം മുന്നേ ഉണ്ടായിട്ടും വനപാലകർ എന്തുകൊണ്ട് അതിനൊരു നടപടി എടുത്തില്ല എന്നുള്ളതാണ് അവരുന്നയിക്കുന്ന ചോദ്യവും. എന്നിരുന്നാലും ഇപ്പോഴും ബന്ധുക്കളും നാട്ടുകാരും അവരുടെ ആ ഒരു ഒരേ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അലന്റെ മൃതദേഹം ഇതുവരെയായിട്ടും ഏറ്റുവാങ്ങിയിട്ടില്ല. അവര് കുറച്ച് ആവശ്യങ്ങളാണ് ഈ സർക്കാരിനോട് ഉന്നയിക്കുന്നത്. അതായത് ഇവർക്ക് നഷ്ടപരിഹാരം, അലന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുക, അതുപോലെ തന്നെ അമ്മയുടെ ചികിത്സ സർക്കാർ ഏറ്റെടുക്കുക. അതുമാത്രമല്ല, ഈ ഒരു കാട്ടാന ആക്രമണത്തിനൊരു പൂർണ്ണമായ ഒരു പരിഹാരം ഇവർ കണ്ടെത്തുക എന്നുള്ള ആവശ്യങ്ങളാണ് ഇവർ സർക്കാരിനോട് ഉന്നയിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും ഇന്ന് മുണ്ടൂർ CPIM-ന്റെ ഹർത്താലും അതുപോലെ തന്നെ BJP പ്രതിഷേധവും എല്ലാം മുണ്ടൂരിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ A.K. ശശീന്ദ്രൻ മാധ്യമങ്ങളെ കണ്ടതിൽ A.K. ശശീന്ദ്രൻ നൽകിയ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ആന മുണ്ടൂരിലേക്ക് പ്രവേശിച്ചത് അല്ലെങ്കിൽ ആന ഇവരെ ആക്രമിക്കുന്നത് ആ സോളാർ ഫെൻസിങ് അത് ചവിട്ടിപ്പൊളിച്ചാണ് ആന ഇതിൽ ഉള്ളിലേക്ക് കയറുന്നതും അങ്ങനെയാണ് ഈ ആന ആക്രമിക്കുന്നതും. ഈ വനപാലകർക്ക് ഇതിൽ എന്ത് തെറ്റ് പറ്റി എന്നുള്ളത് പരിശോധിക്കുമെന്നാണ് മന്ത്രി A.K. ശശീന്ദ്രൻ പറഞ്ഞത്. അതുപോലെ തന്നെ പൂർണ്ണമായി ഈ ഒരു ആന അല്ലെങ്കിൽ ആനയുടെ ആക്രമണത്തെ തടയാൻ വേണ്ടി ഇവർക്ക് സാധിച്ചില്ല എന്നും അതിനുള്ള ഇനി എന്താണ് നടപടികൾ എടുക്കേണ്ടതെന്ന് പരിശോധിക്കുമെന്നും A.K. ശശീന്ദ്രൻ മന്ത്രി മാധ്യമങ്ങളെ കണ്ടതിൽ പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും ഈ മുണ്ടൂര് പ്രദേശത്ത് ഈ 7 വർഷത്തിനിടയിൽ 4ാമതാണ് ഇങ്ങനെ ഒരു കാട്ടാന ആക്രമണത്തിൽ ഒരു മരണം ഉണ്ടാകുന്നത്. പ്രതിഷേധം ഇപ്പോഴും ശക്തമായി കൊണ്ടിരിക്കുകയാണ്. ഇനി എന്താണ് കാര്യങ്ങൾ എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. കാളിദാസ്. ശരി, വിസ്മയ പ്രകാശാണ് വിവരങ്ങൾ നൽകിയത്.